ഹായ്, ഞാനും കുഞ്ഞൂട്ടനും ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ട് വന്നാൽ ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് ലിവർ ഫ്രൈ ആണ്. എന്താണ് പറഞ്ഞു കൊടുക്കുക? ലിവർ ഫ്രൈ ചെയ്യാൻ പോകുന്നവരാ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഈ ലിവർ ഫ്രൈക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനകത്ത് അധികം സാധനങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിച്ചൊരു ചെറിയൊരു ലിവർ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് കൈ കൊടുക്കുക, ഇവിടെ അങ്ങോട്ട് ഇരുത്തുക, ഇരുന്നു എന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ചട്ടി ഒന്ന് ചൂടാകട്ടെ. എണ്ണ വേണം, ഉപ്പ് വേണം. ഇത് രണ്ടും എടുത്ത് അടുത്ത് വയ്ക്കുക. പാതി എണ്ണ ഒഴിക്കുക. അത് നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിച്ചു കേട്ടോ. ഒരു 3 സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, പിന്നെ ഏലക്ക, ഒരേലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക്, പറ്റൽമുളക് എന്ന് പറയും, അതും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തിട്ട് അതിനകത്തോട്ട് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ട ഒരു മിക്സാണിത്. ആദ്യം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതേപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വേവിച്ച് വെച്ച ലിവറാണ്. ഇതിൽ വേവിക്കാനായിട്ട് ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് മുളക് പൊടി, അത്രേ ഉള്ളൂ. അതിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ്. ഇത് ഓൾറെഡി വേവിച്ച് വെച്ചത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മല്ലിച്ചപ്പില്ലേ, മല്ലിച്ചപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മല്ലിച്ചപ്പോ അല്ലെങ്കിൽ കറിവേപ്പില ഏതാണ്. ഇവിടെ കൂടുതൽ ഇഷ്ടം മല്ലിച്ചപ്പ, അതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പ കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഈ സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഇത്രേ വരുന്നുള്ളൂ. ഈ സവോള ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മിക്സിയിൽ ഇട്ടങ്ങ് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി ഒരു ശകല മഞ്ഞൾപ്പൊടി. നമുക്കിനി അരപ്പ് അങ്ങോട്ടിടാം. ഈ അരപ്പൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഈ ലിവർ അങ്ങോട്ടിടാം കേട്ടോ. ലിവർ ഓൾറെഡി വെന്തത് കൊണ്ട് അധികം നേരം അടുപ്പത്ത് വെക്കണ്ട. ഇതെല്ലാം ഒന്ന് മിക്സായി ഇതിലെല്ലാം ഒന്ന് പിടിക്കുന്നവളം വരെ വെച്ചാൽ മതിയേ. ലാസ്റ്റ് ഇച്ചിരി മല്ലിച്ചപ്പ്. ഇത്ര ഉള്ള സംഭവം. ഇതോടെ ഓഫാക്കുക. ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ലല്ലേ നമ്മൾ ഈ കറി വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഇത് പെട്ടെന്ന് എടുത്ത് അത്രയും ടേസ്റ്റ് വരത്തില്ല. എന്നാന്ന് വെച്ചാൽ കുറച്ച് നേരം ഇരിക്കണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. എന്തായാലും നോക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് ഓൾറെഡി ഉപ്പിട്ടതുകൊണ്ട്, അതായത് ലിവർ ഞാൻ വേവിച്ചപ്പം ഉപ്പ് ഓൾറെഡി ഇട്ടായിരുന്നു. പിന്നെ സവോള വഴറ്റിയപ്പോൾ ഉപ്പിട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിന് ഉപ്പ് അധികം ഇടാൻ വേണമെങ്കിൽ ഇനി ഇടാം കേട്ടോ. നോക്കട്ടെ. ആണോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത ചെറിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ കുഞ്ഞുട്ടൻ ബൈ പറ. ബൈ.